ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കുറച്ചധികം സമയം എടുക്കും എന്നുള്ളത്. അതുപോലെ തന്നെ അരി കുതിർത്ത് വെക്കണം, പിന്നെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാണ്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാണ്ട് വെറും 10 മിനിറ്റിനകത്ത് അരിയൊന്നും കുതിർത്ത് വെക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം ഞാൻ റെസിപ്പി കാണിച്ചു തരാം. അതിനുശേഷം അതെങ്ങനെയാണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ശർക്കര പാനി റെഡിയാക്കാനുണ്ട്. ഞാനൊരു 4 ചെറിയ ക്യൂബ്സ് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം ചീവി എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 കപ്പോളം ശർക്കര ഉണ്ടാവും. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ശർക്കര പാനിയാണ് നമ്മുടെ ഈ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ശർക്കര ഒന്ന് മെൽട്ടാക്കി എടുക്കുക. എന്നിട്ട് അരിപ്പയിലൂടെ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ആക്കുക. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം പറയാം. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയല്ല. ട്രഡീഷണൽ ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കുമ്പോൾ തന്നെയാണ് ഉണ്ണിയപ്പം പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ വരുള്ളൂ കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഉണ്ണിയപ്പം കഴിക്കാൻ കൊതിയാവുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാട്ടോ. അപ്പം നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിലോട്ട് നമ്മൾ മാവിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കുക. ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് തേങ്ങാക്കൊത്ത് കുറച്ചെടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മസ്റ്റല്ല, എന്നാലും ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ചെറിയൊരു കടിക്കുന്ന പരുവുണ്ടാകുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ അത് വറുത്തിട്ട് ഞാൻ ആ പാത്രത്തിൽ തന്നെ വെക്കരുത് കേട്ടോ, അപ്പോൾ അത് കരിഞ്ഞു പോവും. അത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ചൂടുള്ളതാണ്, അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ അരിയൊക്കെ കുതിർത്ത് വെക്കുന്നതിന് പകരം നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അതായത് നൂൽപുട്ട്, ഇടിയപ്പം ഉണ്ടല്ലോ, പിന്നെ നീർദോശ, പത്തിരി, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കപ്പിലും എടുക്കാം കേട്ടോ. 2 കപ്പിലോട്ട് 1/2 കപ്പ് മൈദ, ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ ബ്ലെൻഡറിൽ അരച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. അരച്ചെടുക്കുമ്പോൾ വീണ്ടും ഭയങ്കര സോഫ്റ്റ് ആവും. നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ, 2 കപ്പോളം വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് ശർക്കരപ്പാനിയിലോട്ട്. അത് ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി ഒരുപാട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയൊന്നും ചെയ്ത് കേട്ടോ. അതൊന്ന് മെൽട്ടായി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പിലൂടെ അരച്ചെടുക്കാം. എന്നിട്ട് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് കമ്പൈനായിട്ട് വരട്ടെ. ഒരുപാട് വെള്ളം ഒഴിക്കും ചെയ്യരുത് കേട്ടോ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ. ഇത് നമ്മുടെ വ്യൂവേഴ്സിൽ കുറച്ച് പേര് എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അയച്ചു തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രൈ ചെയ്തിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പം പിന്നെ ഞാൻ ചാനലിൻ്റെ പേര് പറയാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ്ബാക്സൊക്കെ തരുമ്പം ആ ചാനലിനൊരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ആ പേര് പറയാത്തത്. എന്തായാലും നല്ല റെസിപ്പിയൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് ഫീഡ്ബാക്ക്സ് പറയാനുണ്ടായിരുന്നു, ഞാൻ ലാസ്റ്റ് പറയാതെ. അപ്പോൾ എന്തായാലും നമ്മളത് മിക്സ് ചെയ്തെടുത്തു. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കരിഞ്ജീരകം, അത് ഒരു ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാരണയായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിലോട്ട് വലിയ ജീരകം പൊടിച്ചതൊക്കെ ഞങ്ങൾ ചേർക്കാറ്. ചിലർ ചെറിയ ജീരകം പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാറ്. ഏലക്ക പൊടി ചേർക്കാറില്ല. എന്നാലേ നമുക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. പക്ഷേ ഇത് ആ റെസിപ്പി അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെയിം റെസിപ്പി തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിലോട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചേർക്കാറില്ല. ചോറ് ചിലർ ചേർക്കും, തേങ്ങ ചേർക്കും, പിന്നെ ചെറുപഴം ചേർക്കും. ഇപ്പം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 ടീസ്പൂണ് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പം തന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക.
പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റേ മാവുണ്ടല്ലോ, ഞാൻ മുമ്പ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രഡീഷണൽ ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി, ചെറുപഴമൊക്കെ ചേർത്തിട്ടുള്ള. അപ്പം ആ മാവ് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ റെസിപ്പി കൺഫ്യൂഷൻ ആക്കേണ്ട വെച്ചിട്ടാണ് അതൊന്നും പറയാത്ത കേട്ടോ. അപ്പോൾ മാവ് റെഡിയായി, അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടേതാ ഇതുപോലെ ചായപാത്രത്തിലാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അതുപോലെ ഇതുപോലത്തെ ഒരു കുഴിയുള്ള ഒരു കയ്യിൽ വേണം, ഈ കയ്യിലാണ് നമ്മൾ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ എണ്ണയുടെ ചൂട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ. പറ്റ കുറച്ച് വെച്ചാൽ നമുക്ക് ഇത് ഉണ്ണിയപ്പം അങ്ങനെ പൊങ്ങി വരില്ല. വലിയ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം എണ്ണയുടെ ചൂട്. എന്നിട്ട് ഈ കയ്യിൽ ആ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ അച്ചപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ഈ കയ്യിൽ അതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കയ്യിൽ കുറച്ച് ഓയിലോട് കൂടിയിട്ട് കോരി എടുത്തിട്ട് ഈ മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, പൊങ്ങി വരും കേട്ടോ. അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും. കാരണം നമ്മൾ ഒരു കയ്യിൽ ഒരു ഇതിങ്ങനെ ഒഴിച്ചെടുത്ത് അതിങ്ങനെ പൊങ്ങി വരുന്നവരെ നമ്മൾ സമയം എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ശരിക്കും നമ്മളത് ചെയ്യുന്ന സമയത്ത് ഓരോന്നും ഇതുപോലെ ഒഴിച്ച് അതിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത് അത് പുറത്തേക്ക് ആക്കി അങ്ങനെ എടുക്കുമ്പോൾ കുറേ സമയം എടുക്കുവാണ്. അതുപോലെ ഒന്ന് ആക്കി കഴിയുമ്പോഴത്തേനും മറ്റേത് എന്താ പറയുക, മൂപ്പായി വരുന്നുണ്ട്. കണ്ടോ, ഇത്രയും സമയം എടുക്കുന്നുണ്ട് അത് പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും മറ്റേതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വെച്ചാലും എണ്ണയുടെ ചൂട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ പൊങ്ങി വരില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലത് പൊട്ടി പോകുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഉള്ളത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പിന്നെ ആകെ മൊത്തം എന്താ പറയുക, നമ്മൾ ഇതിനായിട്ട് നിൽക്കേണ്ടി വരും. മറ്റേത് ഉണ്ണിയപ്പ ചട്ടിയാണെങ്കിൽ അതിൽ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോഴേക്കും അതിങ്ങനെ വരുമല്ലോ. അത്യാവശ്യം ഒരു 8 എണ്ണം 9 എണ്ണമൊക്കെ ഒരുമിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ണിയപ്പ ചട്ടിയിലാണെങ്കിൽ. അപ്പോൾ അതാ ഇതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചും കൊടുത്തു, കുറേ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനൊന്നും വയ്യ. അപ്പോഴേക്കും അടുത്തത് റെഡിയായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മൾ ഈ കയ്യിലോട്ട് ഒഴിച്ച പാടന്നെ അത് ഇളക്കി കൊടുക്കണ്ട. അതിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മുക്കി വെച്ചാൽ മതി. ഒന്നുകൊണ്ട് പൊങ്ങി വന്നോട്ടെ, അല്ലെങ്കിൽ അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകും. പിന്നെ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെയുള്ള സജഷൻസൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തിരക്ക് കൂട്ടാൻ പാടില്ല. പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് ചിലപ്പം നമുക്ക് ആ വിചാരിച്ച ഷേപ്പിൽ കിട്ടൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാനും റൂയിമോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ റൂയിമോളാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. എനിക്കാണെങ്കിൽ ഇവിടുന്ന് ഇത് ആക്കി പോരാനും പറ്റാത്ത അവസ്ഥ. നമ്മൾ ഇതിൻ്റെ അടുത്തന്നെ നിൽക്കണമല്ലോ, അതിങ്ങനെ ഒഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഫുൾ ടൈം അത് ഒഴിച്ചിങ്ങനെ ഇരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ണിയപ്പച്ചട്ടി എടുത്തു കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിൽ ആ എണ്ണ എടുത്തൊഴിച്ചിട്ട് പിന്നെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവർ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അങ്ങനെ ട്രൈ ചെയ്യുക കേട്ടോ. അതുപോലെ പിന്നെ ഈ ഒരു ഉണ്ണിയപ്പം എൻ്റെ അഭിപ്രായത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികളൊക്കെ ഒത്തിരി കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് ഉണ്ണിയപ്പം ആ ഒരു ടേസ്റ്റ് അല്ല വന്നത്, നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റാണ്. നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നെയ്യപ്പത്തിലാണ് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുക. ഉണ്ണിയപ്പത്തിൽ നമ്മൾ പഴം അല്ലെങ്കിൽ ചോറ്, കുറച്ച് തേങ്ങ, ചെറുവേത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാറുണ്ട്. അപ്പം ആ പഴത്തിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് കൊണ്ട് വന്നില്ല. നെയ്യപ്പത്തിൻ്റെ സെയിം ടേസ്റ്റാണ് വന്നത് കേട്ടോ എനിക്ക് ഇത് കഴിച്ചപ്പോൾ, ഈ ഒരു റെസിപ്പി നോക്കി കഴിച്ചപ്പോൾ. പക്ഷെ സംഭവം ടേസ്റ്റ് ഒട്ടും ഇല്ല എന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പുറമേ ഇച്ചിരി ക്രിസ്പായിട്ട് അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള അങ്ങനെ ഒരു ടെക്സ്ചർ. അത് നെയ്യപ്പത്തിൻ്റെ ടെക്സ്ചറാണല്ലോ. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ഒരു റെസിപ്പി വന്നത് കേട്ടോ. പിന്നെ വേറെ ആർക്കെങ്കിലും വേറെ രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലത്തെ റെസിപ്പി ട്രൈ ചെയ്തവർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക്സ് താഴെ അറിയിക്കുക. എന്തായാലും ഇത്ര അധികം ഞാൻ ഉണ്ടാക്കി വെച്ചെങ്കിലും പെട്ടെന്ന് തന്നെ കാലിയായിപ്പോയി കേട്ടോ. പുറമേ ക്രിസ്പായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു, കുഞ്ഞു നെയ്യപ്പം കഴിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. കണ്ടോ, കുറച്ചൊരു ക്രിസ്പാണ് പുറമേ, പക്ഷേ അകത്ത് നല്ല സോഫ്റ്റ് ഉണ്ട്. ആ ഒരു നെയ്യപ്പത്തിൻ്റെ ടെക്സ്ചറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണം അല്ലെങ്കിൽ കൊതി തോന്നുന്നവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സും അറിയിക്കുക. ഇനിയിപ്പോൾ ട്രഡീഷണൽ ഉണ്ണിയപ്പം തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഈ കയ്യിൽ കോരി ഒഴിക്കുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണം എന്നുള്ളൂ കേട്ടോ ആ സെയിം റെസിപ്പിയിൽ. അപ്പോൾ എന്തായാലും പരീക്ഷണങ്ങൾ നമ്മളെല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സും അതേപോലെ തന്നെ ചെയ്ത് അറിയിക്കാം. ഞാൻ ഇതുപോലെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ വീഡിയോസിൻ്റെ താഴെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ആരെയും വിമർശിക്കാനോ അങ്ങനെയൊന്നുമുള്ള റെസിപ്പിയായിട്ട് കരുതരുത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് റെസിപ്പി ഇഷ്ടമായി, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സും താഴെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതിനേക്കും ബൈ. താങ്ക് യു.